സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയോ അപ്പൊ ഇത് ശരിക്കും കോട്ട് ചെയ്ത് വെക്കണം, എഴുതി വെക്കണം. ഇതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. മറ്റൊരു വിഷയം, ഇനി ഹൈളിന് വ്യത്യസ്തമായ രൂപങ്ങളുണ്ട്. ഇത് എപ്പോഴാണ് ഹൈള്, എപ്പോഴാണ് രോഗരക്തം? ഇസ്തിഹാദത്ത് എന്ന് പറഞ്ഞാൽ രോഗരക്തം എന്നാണ് പറയാം. ഈ രോഗരക്തവും ഹൈളുമായി മാറുന്നത് എപ്പോഴാണ്? ഇത് നമ്മൾ വളരെ വ്യക്തമായി പഠിച്ചു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം. എത്രയോ ഉമ്മമാരെ വിളിച്ച് സംശയം ചോദിക്കാറുണ്ട്. പലരും ചോദിക്കാൻ മടിച്ച് അതിന്റെ മേലിൽ അങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകളുണ്ട്. എപ്പോഴാണ് ഹൈള്, എപ്പോഴാണ് ഇസ്തിഹാദത്ത്? ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട വിഷയമാണ്. ചില ആളുകൾക്ക് തുടർച്ചയായി 3-4 മാസമൊക്കെ ബ്ലീഡിംഗ് ഉണ്ടാവാറുണ്ട്, രക്തമുണ്ടാവാറുണ്ട്. ഇതിൽ ഹൈള് ഏതാണ്, ഇസ്തിഹാദത്ത് ഏതാണ് എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? എങ്ങനെ മനസ്സിലാവുക? ഒരു ഉമ്മക്ക് 2-3 മാസമായി ശക്തമായ ബ്ലീഡിംഗ് രക്തമാണ്. ഇതിൽ ഹൈള് ഏതാണ്, ഇസ്തിഹാദത്ത് ഏതാണ്, രോഗരക്തമേതാണ്? ഇത് തിരിച്ചറിയാനുള്ള വഴി പ്രിയപ്പെട്ട ഉമ്മമാരെ ശരിക്കും മനസ്സിലാക്കണം. നമ്മളെ മക്കളെ കൊണ്ട് ഇത് കേൾപ്പിക്കണം. ഈ ഒന്നിച്ച് കേൾക്കാൻ മടിയുണ്ട് ചില ആളുകൾക്ക്. പക്ഷെ പഠിക്കല്ലാതെ രക്ഷയില്ലല്ലോ. ഇത് ലൈവില് പറയാൻ എനിക്കും മടിയുണ്ട്, പക്ഷെ പറയല്ലാതെ രക്ഷയില്ല. പഠിപ്പിക്കേണ്ട വിഷയം പഠിപ്പിക്കണമല്ലോ. മക്കളെ കൊണ്ട് കേൾപ്പിക്കണം. ഒറ്റക്കാണെങ്കിലും കൊണ്ട് അവരെ കൊണ്ട് കേൾപ്പിക്കണം. അതിനുവേണ്ടിയാണ് ഈ വിഷയം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു, ചില ആളുകൾക്ക് തുടർച്ചയായി 3-4 മാസമൊക്കെ ബ്ലീഡിംഗ് ഉണ്ടാവാറുണ്ട്. ഇതിൽ ഹൈള് ഏതാണ്, ഇസ്തിഹാദത്താണ് ഏതാണ് എന്ന് എങ്ങനെ നമ്മൾ തിരിച്ചറിയൂ? ചില അടയാളങ്ങൾ മാത്രം പറയാണ്. 16-ാം ദിവസത്തിലേക്ക് കടന്നാൽ 15 വരെ വെയിറ്റ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ആവശ്യത്തിലേക്ക് ഞാൻ കടന്നു വരാം. 16-ാം ദിവസത്തിലേക്ക് കടന്നാൽ അതുവരെ പുറപ്പെട്ടതിൽ അത് ഇസ്തിഹാദത്താണ് ഇപ്പോൾ ഉള്ളത്. 16-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചു. ഇത് ഇസ്തിഹാദത്ത് രോഗരക്തമാണെന്ന് വ്യക്തമായി. എന്നാൽ ഇതിൽ ഹൈള് ഏതാണ്, ഇസ്തിഹാദത്ത് ഏതാണ്? എന്തായാലും മാസത്തിൽ ഹൈള് ഉണ്ടാവാറുണ്ട്. ഇതിൽ ഹൈള് ഏത്, ഇസ്തിഹാദത്ത് ഏത് എന്ന് തിരിച്ചറിയാൻ വല്ല വഴിയുണ്ടോ? പഠിക്കണം. ഒരു പെണ്ണിന് രക്തം പുറപ്പെടാൻ തുടങ്ങി, 16-ാമത്തെ ദിവസത്തിലേക്ക് കടന്നു. ഇപ്പോൾ ആ രക്തം എന്താന്ന് മനസ്സിലായി, വ്യക്തമായി ഇത് ഇസ്തിഹാദത്താണ്, രോഗരക്തമാണ് എന്ന് മനസ്സിലായി. എന്നാൽ ഇതിൽ 15 ദിവസവും ഹൈളായിരുന്നു എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? 15 ദിവസം നിസ്കരിച്ചിട്ടില്ല, ഈ 15 ദിവസം ഹൈളാണ്, ഇനി അതിന്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ മതി എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഒരിക്കലും അത് അനുവദിക്കില്ല. 15 ദിവസത്തെ ഹൈളാക്കി മാറ്റിയിട്ട് അന്നേയുള്ള മുഴുവൻ നിസ്കാരങ്ങളും അതുപോലെ തന്നെ മറ്റു സൽക്കർമ്മങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആ സൽക്കർമ്മങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഒരിക്കലും തന്നെ അനുവദിക്കൂല. പക്ഷേ ഇതിൽ ഇപ്പോൾ ഇത് ഹൈളല്ല, ഇസ്തിഹാദത്താന്ന് വ്യക്തമായിട്ടുണ്ട്. എന്നാൽ എവിടെ വെച്ചാണ് ഇതിനെ തീരുമാനിക്കേണ്ടത്? എത്ര ദിവസം ഹൈള്, എത്ര ദിവസം ഇസ്തിഹാദത്ത്? ഇത് തമ്മിലൊന്ന് കമ്പയർ ചെയ്യും, ഒന്ന് പഠിക്കാം. എത്ര ദിവസമാണ് ഇതിൽ ഹൈളുള്ളത്, എത്ര ദിവസമാണ് ഇതിനെ ഇസ്തിഹാദത്തായി പരിഗണിക്കേണ്ടത്? ഉമ്മമാരെ പലപ്പോഴും സംശയം ചോദിക്കാറുണ്ട്. എല്ലാവരും നന്നായി ശ്രദ്ധിക്കണം. അതിൽ പല രൂപത്തിൽ വേർതിരിക്കാം. ഒന്ന് കുറച്ച് ദിവസങ്ങൾ, ഒന്ന് കുറച്ച് ഹൈളാണ്, മറ്റൊരു ഇസ്തിഹാദത്താണ്. ഇത് എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്? ഇതിന് ഉമ്മമാരെ നമ്മൾ വ്യത്യസ്തമായ ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ വ്യത്യസ്ത രൂപത്തിൽ പട്ടികപ്പെടുത്തും. ഹൈള് പുറപ്പെടുന്ന പ്രായപൂർത്തിയെത്തിയ സ്ത്രീകളെ നമുക്ക് പല ഘട്ടങ്ങളിലായി പട്ടികപ്പെടുത്താം. ഒരു വിഭാഗം ആദ്യമായിട്ട് മെൻസസ് ഉണ്ടാകുന്ന പെണ്ണ്. ഈ പെണ്ണിന് ഇതുവരെ, ഈ പെൺകുട്ടിക്ക് ഇതുവരെ രക്തം പുറപ്പെട്ടിട്ടില്ല, മെൻസസ് ഉണ്ടായിട്ടില്ല.
അങ്ങനെ ഒരു പെണ്ണ്. എന്നാൽ ആ രക്തം പുറപ്പെട്ടു, പ്രായം 9 കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിധി പ്രകാരം അറബി മാസം അഥവാ ചന്ദ്രവർഷപ്രകാരം 15 ദിവസത്തിന് ശേഷമാണ്. ചന്ദ്രവർഷപ്രകാരം 9 വയസ്സാകാൻ ഇനി 10 ദിവസമില്ല, അല്ലെങ്കിൽ 9 വയസ്സായിട്ടുണ്ട്. അങ്ങനത്തെ സമയത്താണ് പെണ്ണിന് രക്തം പുറപ്പെട്ടത്. കുറച്ച് ദിവസമൊക്കെ കാത്തുനിന്നു. 15 ദിവസം കഴിഞ്ഞു, 16ാമത്തെ ദിവസവും പ്രവേശിച്ചു. ഇപ്പോൾ ഇതിന് ഹൈളാണെന്ന് പരിഗണിക്കാൻ പറ്റുമോ? അതല്ല ഇസ്തിഹാദത്തായിട്ടാണോ പരിഗണിക്കേണ്ടത്? എന്നാൽ ഈ പെൺകുട്ടിയെ ഇവരെ നമുക്ക് രണ്ടായി കാറ്റഗറൈസ് ചെയ്യാം, 2 രൂപത്തിൽ ചിട്ടപ്പെടുത്താം. ഒന്ന്, രക്തത്തിന്റെ കട്ടിയും അതുപോലെ തന്നെ നിറവും അതിന്റെ ഗന്ധവും ഒക്കെ തിരിച്ചറിയുന്ന പെണ്ണ്. ആൾക്ക് ആദ്യമായിട്ട് രക്തം പുറപ്പെടുന്നത്, പക്ഷേ ഈ പെണ്ണിന് അറിയാം എനിക്ക് ആദ്യത്തെ കുറച്ചു ദിവസം നല്ല ശക്തമായ കട്ടിയുണ്ടായിരുന്നു, കറുത്ത നിറം അല്ലെങ്കിൽ കടും ചുവപ്പ് നിറം, ഇങ്ങനെ നല്ല കട്ടിയുള്ള രക്തമായിരുന്നു ആദ്യമൊക്കെ വന്നത്. അതല്ലെങ്കിൽ നല്ല ദുർഗന്ധമുള്ള ഗന്ധമുള്ള രക്തമാണ് ആദ്യം പുറപ്പെട്ടിരുന്നത്. പിന്നെ കുറച്ചൊരു 5 ദിവസം കഴിഞ്ഞപ്പോൾ ആ രക്തത്തിന്റെ തോത് മാറിയിട്ടുണ്ട്, കട്ടി കുറഞ്ഞിട്ടുണ്ട്, ഗന്ധം കുറഞ്ഞിട്ടുണ്ട്. കറുത്തെന്ന് പറഞ്ഞാൽ കടും കറുപ്പ് എന്നല്ല, ഉമ്മമാരോട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏതായിരുന്നാലും ആ രക്തത്തിന്റെ നിറത്തിലുള്ള മാറ്റം നല്ല കട്ടിയുള്ള. ഉദാഹരണം പറഞ്ഞാൽ 1-ാം തീയതിയാണ്, നവംബർ 1, ഇന്ന് നവംബർ 1 ആണല്ലോ. ഇന്നൊരു പെണ്ണിന് രക്തം പുറപ്പെട്ടു. ആ രക്തം 16 വരെ നീണ്ടുനിന്നു. ഇനി ഏത് ഹൈദ് ഏതാണ് ഇസ്തിഹാദത്തെന്ന് വേർതിരിക്കണം. അപ്പോൾ ഈ പെണ്ണിന് ഗന്ധം തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് പെൺകുട്ടിക്ക്. അതല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ പെൺകുട്ടിക്ക് നിറം മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ ആദ്യത്തെ 5 ദിവസം നല്ല ശക്തമായ നിറമുണ്ടായിരുന്നു, കറുത്ത നിറമുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെയുള്ള സമയത്ത് അതിനെ ഹൈളായിട്ട് മാറ്റി നിർത്തണം. ബാക്കിയുള്ള 10 ദിവസങ്ങൾ ഇസ്തിഹാദത്താണ് എന്ന് പരിഗണിക്കണോ? ബാക്കിയുള്ള ദിവസങ്ങളെ ഇസ്തിഹാദത്തായി പരിഗണിക്കണം. അപ്പോൾ ആ 10 ദിവസത്തെ നിസ്കാരങ്ങൾ ഖളാഉ വീട്ടണം, നിർബന്ധമാണ്. അപ്പൊ ഗന്ധം കൊണ്ട് മനസ്സിലാക്കാം, രക്തത്തിന്റെ നിറം കൊണ്ട് മനസ്സിലാക്കാം, രക്തത്തിന്റെ കട്ടി കൊണ്ട് മനസ്സിലാക്കാം. ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്ന പെൺകുട്ടിയാണ്. അവൾക്ക് ആദ്യമായിട്ടാണ് രക്തം പുറപ്പെടുന്നത്. എങ്കിലും അവൾക്ക് രക്തം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ആ മനസ്സിലാകുന്ന രൂപത്തിൽ അഥവാ കട്ടിയുള്ളതാണെങ്കിൽ ഹൈല്, നല്ല ദുർഗന്ധമുള്ളത് ഹൈല്, ഇങ്ങനെ നിറം നോക്കിയിട്ട് കട്ടി നോക്കിയിട്ട് ഗന്ധം നോക്കിയിട്ട് ആ രക്തത്തെ അവർക്ക് വേർതിരിച്ചു മനസ്സിലാക്കി ഹൈലും ഇസ്തിഹാദത്തുമായി വേർതിരിക്കാം. മനസ്സിലായിട്ടുണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ രക്തം ആദ്യമായി പുറപ്പെടുന്ന പെൺകുട്ടിയെ നമ്മൾ രണ്ടായി തിരിക്കുന്നു. ഒന്ന്, ആദ്യമായി പുറപ്പെടുന്നവളാണ്, രക്തത്തെ തിരിച്ചറിയാൻ അവൾക്ക് കഴിയും. ഇനി മറ്റൊരു വിഭാഗം, അവർക്കും ആദ്യമായിട്ടാണ് രക്തം പുറപ്പെടുന്നത്. ഇവളിങ്ങനെ അന്തം വിട്ടത് സാധാരണ ഉണ്ടാവണല്ലേ എന്ന രൂപത്തിൽ, എല്ലാവർക്കും ഉണ്ടാവണല്ലേ എന്ന രൂപത്തിൽ ഇങ്ങനെ നിന്നു. കട്ടിയോ അതിന്റെ ഗന്ധമോ ഒന്നും ശ്രദ്ധിച്ചില്ല, ഒന്നും മനസ്സിലാക്കിയില്ല. ഒന്നും മനസ്സിലാക്കാതെ അവരതാ ആ രക്തം എങ്ങനെ കടന്നുപോയി. 16 ദിവസം കഴിഞ്ഞപ്പോഴാണ് മേപ്പെട്ടു നോക്കുന്നത്. സുബ്ഹാനല്ലാഹ്, 16 ദിവസം കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഹൈദിൽ നിന്ന് കൂടിയാൽ 15 ദിവസമല്ലേ ഉള്ളൂ. ഇത് 16 കഴിഞ്ഞ് മുന്നോട്ട് പോവാണ്. ഇനിയിപ്പോ എങ്ങനെയാണ് ഹൈദും ഇസ്തിഹാദും നമ്മൾ വേർതിരിക്കുക? എങ്ങനെയാ മനസ്സിലാക്കുക? അതിന് പ്രത്യേകിച്ച് ഞാൻ നിറം നോക്കിയിട്ടില്ല, അതിന്റെ ഗന്ധം നോക്കിയിട്ടില്ല, കൊഴുപ്പ് കട്ടി നോക്കിയിട്ടില്ല. ഇനി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇവരുടെ നിസ്കാരം എങ്ങനെയാണ് നോക്കേണ്ടത്? ഒന്നുമില്ല. അവർക്ക് ഒരു ദിവസം മാത്രം 24 മണിക്കൂർ മാത്രം അവർക്ക് ഹൈളായി പരിഗണിക്കുന്നു. അവർക്ക് ഇനിയിപ്പോ കൂടുതൽ പറയാണ്, ഈ കട്ടിയുള്ള രക്തം എന്ന് പറഞ്ഞാൽ അത് അഖല്ലുൽ ഹൈദിനേക്കാൾ ചുരുങ്ങരുത്. കട്ടിയുള്ള രക്തം പുറപ്പെട്ടത് അഖല്ലുൽ ഹൈദ് ആണ്, ഒരു ദിവസമാണ്. ആ ഹൈദിനേക്കാൾ, ആ ദിവസത്തെക്കാൾ ചുരുങ്ങരുത്. കട്ടിയുള്ള രക്തം പുറപ്പെടുന്നത് ചുരുങ്ങിയത് 24 മണിക്കൂറെങ്കിലും പുറപ്പെടണം. എങ്കിലേ അതിനെ ഹൈദായി പരിഗണിക്കുള്ളൂ എന്നിവിടെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ എന്തു വേണം? ഇങ്ങനെ തിരിച്ചറിയാത്ത പെണ്ണാണെങ്കിൽ അവൾക്ക് ഒരു ദിവസം മാത്രം
മാത്രമാണ്, നിറം കൊണ്ടോ മണം കൊണ്ടോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ഹൈള് ഒരു ദിവസം മാത്രമാണ്. ബാക്കിയുള്ള 14 ദിവസവും അവര് ആ നിസ്കാരങ്ങളെ ഖളാ വീട്ടേണ്ടതാണ്. ഉമ്മമാരെ ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തി എത്തി എന്ന് കണ്ടാൽ അവരെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മളാ. ഇതൊരു പക്ഷേ ഇസ്തിഹാദത്തിലേക്ക് റൂട്ട് മാറാൻ സാധ്യതയുണ്ട്. ഈ 14 ദിവസം വരെ നിസ്കാരം ഖളാ വീട്ടേണ്ട സാഹചര്യം ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ചെയ്യേണ്ടത് നിർബന്ധമായും അവർ ചെയ്യേണ്ടത് അവർ പൂർണ്ണമായി 14 ദിവസം പിന്നെ നോമ്പെടുക്കേണ്ടി വരും. എന്നാ രക്തം നോക്കി കണ്ടെത്തി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതുകൊണ്ട് പ്രശ്നമില്ല. ഉമ്മമാരെ മസ്അലകളാണ് പറയുന്നത്. ശരിക്കും ഉമ്മമാര് മനസ്സിലാക്കണം, എഴുതി വെക്കണം, നോട്ട് ചെയ്യണം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായി ചോദിച്ചു പഠിക്കണം. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നമുക്കൊക്കെ അനുഭവമുള്ള ഉമ്മമാർ അനുഭവിക്കുന്ന പ്രശ്നമാണ്. ഇതിന് പരിഹാരം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ.